اللهم صل على سيدنا. بسم الله الرحمن الرحيم. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോവിഡ്-19 അഥവാ കൊറോണ നമ്മിലേക്ക് ആഗതമായിട്ട് ഇന്ന് 8 മാസം തികയുകയാണ്. ഇത് വിട്ടുമാറുന്ന ലക്ഷണം കാണുന്നില്ല. ഇതിൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടാനേറെയുണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷയായ ഈ കൊറോണ നമ്മിലേക്ക് വന്നിട്ട് നാം പാഠം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് നാം മനസ്സിലാക്കണം. നമ്മിലുള്ള തെറ്റുകൾക്ക് വന്ന ശിക്ഷയ്ക്ക് നമ്മൾ ഖേദിച്ച് മടങ്ങേണ്ട ആ സാഹചര്യത്തിൽ നാം ചെയ്തത് നന്ദികേട് ചെയ്യുകയാണ്. അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ട സാഹചര്യത്തിൽ നാം എല്ലാവരും നന്ദികേട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ജുമുഅ ജമാഅത്തുകളിൽ കറക്റ്റായി ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പങ്കെടുക്കുന്നില്ല. മറ്റ് നന്മകളിൽ മുന്നേറാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ അള്ളാഹുവിനോട് വീണ്ടും നാം ചെയ്യുന്ന കുറ്റങ്ങളാണ്. അതുകൊണ്ട് സത്യവിശ്വാസികൾ ചിലർ ചെയ്യുന്ന സംഗതി കൊണ്ട് മറ്റു എല്ലാവരും അതിലകപ്പെടുകയാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും ഖേദിച്ച് മടങ്ങേണ്ടതുണ്ട്. ആ തൗബയുടെ വാതിൽ അടക്കപ്പെട്ടിട്ടില്ല. അള്ളാഹു നാം ചെയ്യുന്ന തൗബക്ക് വേണ്ടി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു രാവിലെയും വൈകുന്നേരവും. തൗബ ചെയ്യുമ്പോൾ നാം ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തതാണ് 3 നിബന്ധനയുണ്ട് അള്ളാഹുവുമായി ചെയ്ത തെറ്റിൽ. ഒന്ന്, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് എന്താണോ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. അത് പലവിധ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം. മദ്യവുമായി ബന്ധപ്പെട്ട ആ ഏർപ്പാടിൽ നിന്ന് വിട്ടു നിൽക്കണം. പലിശയുമായി ബന്ധപ്പെട്ട ആളുകൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ആളുകൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. മറ്റെന്തൊക്കെ അനാവശ്യങ്ങളിലാണോ നാം ഇടപെട്ട് കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് നാം വിട്ടു നിൽക്കണം സഹോദരങ്ങളെ. ഈ ദുനിയാവ് നശ്വരമാണ്. അതുകൊണ്ട് നാഥനിലേക്ക് മടങ്ങണം. രണ്ടാമതായി നാം ചെയ്യേണ്ടത്, ചെയ്തു പോയ തെറ്റിൽ നമുക്ക് ഖേദമുണ്ടായിരിക്കണം. മാനസികമായി വളരെയേറെ ദുഃഖിതനായിരിക്കണം ചെയ്തു പോയല്ലോ എന്നുള്ള ആ പേടി നമുക്കുണ്ടായിരിക്കണം. അത് രണ്ടാമത്തെ നിബന്ധനയാണ്. മൂന്നാമത്തെ നിബന്ധന, ഇനി ഒരിക്കലും ആ തിന്മയിലേക്ക്, ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങില്ല എന്നുള്ള ദൃഢനിശ്ചയം നമ്മിൽ നിന്നുണ്ടാവണം. ഈ 3 നിബന്ധനകൾ പാലിക്കാതെയുള്ള തൗബ സ്വീകാര്യമല്ല സഹോദരങ്ങളെ. ഇനി മനുഷ്യരുമായിട്ടുള്ള തെറ്റുകളിൽ നാം അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സഹോദരങ്ങളുമായി വല്ല തെറ്റുകളുമുണ്ടെങ്കിൽ അതിൽ നിന്ന് നാം ഒഴിവാവണം. അവനുമായി പൊരുത്തപ്പെടിക്കണം. സാമ്പത്തികമായ ക്രമക്കേടാണെങ്കിൽ, സാമ്പത്തികമായിട്ട് വല്ല ഇടപാടുമാണെങ്കിൽ അതവനക്ക് നൽകണം, അല്ലെങ്കിൽ അവനിൽ നിന്ന് പൊരുത്തപ്പെടിക്കണം. ഗൈബത്തോ നമീമത്തോ മറ്റല്ല തിന്മകളും തൻ്റെ സഹോദരനുമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അവനോട് പൊരുത്തപ്പെടിച്ച് ഫ്രീ ആവണം. ഇങ്ങനെ നാം ഒരുങ്ങി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാൻ തയ്യാറാവണം. ഇങ്ങനെ ഒരു ഒരുക്കപ്പാടില്ലാതെ ഇരുന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നമ്മിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കും. നാം എല്ലാവരും ഇവിടെ ശാശ്വതമായി ജീവിക്കാൻ ഉള്ളവരല്ല. ഈ ദുനിയാവ് വിട്ട് അള്ളാഹുവിൻ്റെ ശാശ്വതമായിട്ടുള്ള പരലോക ജീവിതത്തിലേക്ക് നാം എത്തിപ്പെടണം. സ്വർഗീയ ആരാമത്തിൽ നമുക്ക് എത്തിപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എല്ലാവരും ആദ്യമായി എന്നോടും നിങ്ങളോടും ഒക്കെ ഞാൻ വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.